ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈലം കോർഡേറ്റ എന്ന് പറയുന്ന നമ്മുടെ ആനിമൽ കിങ്ഡം നമ്മൾ പഠിക്കുന്ന അതിനകത്തുള്ള ലാസ്റ്റ് ഫൈലമാണ് ഫൈലം കോർഡേറ്റ. ആ ഫൈലം കോർഡേറ്റയുടെ നോട്ട് എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അതിൽ നിങ്ങൾ ആ ചിത്രം കാണുന്നുണ്ടല്ലോ, ആ ചിത്രം ഞാൻ നേരത്തെ അയച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലതവണ ആ ചിത്രം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഫൈലം കോർഡേറ്റയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫൈലം കോർഡേറ്റ എന്ന് പറയുന്നതിന് പ്രധാനമായും 3 ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫണ്ടമെൻ്റൽ എന്ന് ഉദ്ദേശിച്ചത് ബേസിക് ക്യാരക്ടേഴ്സാണ്. ഈ 3 ക്യാരക്ടേഴ്സ് ഉള്ള ജീവികളെ മാത്രമേ നമ്മൾ കോർഡേറ്റ എന്ന് പറയുള്ളൂ. സോ ദ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ് ഓഫ് കോർഡേറ്റ്സ് ആർ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ദ പ്രസൻസ് ഓഫ് എ നോട്ടോകോഡ്, രണ്ടാമത്തത് എ ഡോഴ്സൽ ഹോളോ ട്യൂബുലാർ നെർവ് കോഡ്, ട്യൂബുലാർ ആണ്, നമ്മൾ ഇവിടെ അതില്ലാത്തതുകൊണ്ട് നിങ്ങൾ എത്ര പഠിച്ചത്? ഡോഴ്സൽ ഹോളോ നെർവ് കോഡ് ആൻഡ് പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ട്രിപ്സ്. ഈ 3 പോയിന്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോർഡേറ്റിൻ്റെ 3 ക്യാരക്ടറാണ്: പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, ഡോഴ്സൽ ഹോളോ നെർവ് കോഡ് ആൻഡ് പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ട്രിപ്സ്. ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ 3 ഭാഗങ്ങളും കാണാം. നെർവ് കോഡ് എന്ന് പറയുന്നതാണ് മുകളിൽ കാണുന്നത്. നെർവ് കോഡ് കാണുന്നുണ്ടല്ലോ. നെർവ് കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇപ്പം കോർഡേറ്റ് ആയിട്ടുള്ള ആനിമൽസ്, ഇപ്പം നമ്മൾ വെർട്ടിബ്രേറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ നെർവ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. തലച്ചോറിന് താഴേക്ക് വരുമ്പോൾ നമ്മൾ സുഷുപ്ന എന്ന് പറയുന്നത് ആ ഭാഗമാണ് നെർവ് കോഡായിട്ട് വരുന്നത്. തൊട്ട് താഴെ കാണുന്നതാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. നോട്ടോകോഡ് എന്ന് നമ്മുടെ ശരീരത്തിൽ നട്ടലായിട്ട് കാണുന്നതാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. പിന്നീട് നോട്ടോകോഡ് എന്ന് പറയുന്നത് നട്ടലായിട്ട് വരിക. പിന്നെ ഫാരിഞ്ചിയൽ ഗിൽ സ്ട്രിപ്സ് എന്ന് പറയുന്നത് ഈ ജലജീവികളാണ്. ഗിൽ സ്ട്രിപ്സ് എന്ന് പറയുന്നത് ജലജീവികളാണ്, പക്ഷേ പൊതുവെ നമുക്ക് നോസാണ് അതിന് പകരം ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അവയവങ്ങളെയാണ് നമ്മൾ ഗിൽ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. ആ ഗിൽ സ്ട്രിപ്സ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഫാരിങ്സിന്റെ ഭാഗത്ത് കാണുന്നതുകൊണ്ടാണ് ഫാരിഞ്ചിയൽ ഗിൽ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 പാർട്ട്, ഈ 3 പോയിന്റും അല്ലെങ്കിൽ ഈ 3 ക്യാരക്ടേഴ്സും ഉള്ള ജീവികളെ മാത്രമേ നമ്മൾ കോർഡേറ്റ്സ് എന്ന് പറയുള്ളൂ. എന്തൊക്കെയാണ്? നോട്ടോകോഡ് വേണം, ഹോളോ നെർവ് കോഡ് വേണം, അതുപോലെ തന്നെ ഗിൽ സ്ട്രിപ്സും വേണം, ഫാരിഞ്ചിയൽ ഗിൽ സ്ട്രിപ്സും വേണം. ഈ 3 ക്യാരക്ടേഴ്സ് ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് പഠിച്ചു നോക്കണം. ഈ ചിത്രവും പഠിക്കണം. ഈ ചിത്രത്തിലെ ഈ 3 ഭാഗങ്ങളും, അത് ഈ നെർവ് കോഡ് നോട്ടോകോഡ് അടയാളപ്പെടുത്തുമ്പോൾ നെർവ് കോഡാണ് മുകളിൽ വരുന്നത്, നോട്ടോകോഡ് അതിന് താഴെയാണ് വരുന്നത്, മാറിപ്പോകുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ഇവിടെ ഈ ഡോഴ്സൽ ഹോളോ നെർവ് കോഡ് എന്ന് പറയാനുള്ള കാരണം, ഇവിടെ നമ്മൾ ഡോഴ്സൽ ഹോളോ നെർവ് കോഡ് നമ്മൾ നേരത്തെ മണ്ണിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു, അത് ഡബിൾ വെൻട്രൽ നെർവ് കോഡാണ്. വെൻട്രൽ സൈഡിലാണ് നമുക്ക് ഡോഴ്സൽ. പിൻഭാഗത്താണ്, നമുക്കറിയില്ല, നമ്മുടെ ശരീരത്തിന്റെ പുറകുവശത്താണ് നമുക്ക് നട്ടല് കാണുന്നത്, പുറകുവശത്താണ്. പക്ഷേ മണ്ണിരയിലേക്ക് അത് മുൻവശത്താണ് വരുന്നത്. അതുകൊണ്ടാണ് നട്ടലല്ല ഈ പിന്നെ നെർവ് കോഡ് വരുന്നത്. അതാണ് ഈ വ്യത്യാസം. നമുക്കത് പിൻഭാഗത്തായിട്ട് എല്ലാ കോർഡേറ്റിലും അത് ഡോഴ്സലാണ്. അതാണ് പറയുന്നത്. അപ്പോൾ ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക: നോട്ടോകോഡ്, ഡോഴ്സൽ ഹോളോ നെർവ് കോഡ് ആൻഡ് പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ട്രിപ്സ്. അതാണ് ഫണ്ടമെന്റൽ കോർഡേറ്റ് ക്യാരക്ടേഴ്സ്. മനസ്സിലായല്ലോ? ഇനി ജനറൽ ആയിട്ടുള്ള മറ്റ് ക്യാരക്ടേഴ്സ് ആണ്. ദേ ആർ ബൈലാറ്ററൽ സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. ഈ 3 ക്യാരക്ടേഴ്സും അവയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ്. ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. ഈ 3 ക്യാരക്ടേഴ്സും നമ്മൾ ഫൈലം കോർഡേറ്റയുടെ ക്യാരക്ടേഴ്സാണ്. ഇതൊക്കെ നമ്മൾ ജനറലായിട്ട് നേരത്തെ പറഞ്ഞതാണ്. പിന്നൊന്ന്, ദേ പൊസസ് എ പോസ്റ്റ് ആനൽ ടെയിൽ ആൻഡ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. പോസ്റ്റ് ഏനൽ ടെയിൽ എന്ന് പറയുന്നത് ഈ കോർഡേറ്റയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. പോസ്റ്റ് ഏനൽ ടെയിൽ എന്ന് പറയുന്നത്. പോസ്റ്റ് ഏനൽ ടെയിൽ എന്ന് പറഞ്ഞാൽ അവയുടെ ശരീരത്തിന്റെ പിൻഭാഗത്തായി ഒരു ടെയിൽ കാണുന്നുണ്ട്. അത് കോർഡേറ്റിന് മാത്രമേ ഉള്ളൂ. ടെയിൽ എന്ന് പറയുന്നത് കോർഡേറ്റിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ്. അപ്പോൾ പോസ്റ്റ് ആനൽ ടെയിൽ എന്ന് പറയുന്നത് നമുക്ക് കോർഡേറ്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും ആ ചിത്രവും നിങ്ങൾ 1 മിനിറ്റ് നോക്കുക. ഞാൻ ഒറ്റ മിനിറ്റ് ഞാനിപ്പോൾ വരാം. നിങ്ങൾ അസുഖം വിചാരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഒരാളെ കാണാൻ വന്നിട്ട് ജസ്റ്റ് ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് വരാം. ക്ലാസ്സിലേക്ക് വരാം. അതായത് നമ്മൾ പ്രധാനമായും ഈ കോർഡേറ്റിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഈ 3 ക്യാരക്ടേഴ്സ് ഉള്ളത്. ആ ചിത്രം നോക്കി നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. നോട്ടോകോഡ്, ഡോഴ്സൽ ഹോളോ നെർവ് കോഡ്, അതുപോലെ ഫാരിഞ്ചിയൽ ഗിൽ സ്ട്രിപ്സ്. ഇനി മറ്റേ അവസാനം പറഞ്ഞ പോസ്റ്റ് ഏനൽ ടെയിൽ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അതിൽ പോസ്റ്റ് ഏനൽ ടെയിൽ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് പോസ്റ്റ് ഏനൽ പാർട്ട് കാണിക്കുന്നുണ്ടല്ലോ, ഒരു ടെയിൽ പാർട്ടും കൂടി ഉണ്ട്. ആ ചിത്രം ഈ ചിത്രം നമ്മൾ വരച്ചു പഠിക്കേണ്ട ഒരു ചിത്രമാണ്. ചിത്രം വരയ്ക്കാൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, പക്ഷേ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ഡയഗ്രമാണ്. ഇതൊരു കോർഡിനേറ്റിന്റെ ചിത്രം എന്ന് പറഞ്ഞാൽ ഇതൊരു
ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ മാത്രമാണ്, അത്രയും ഓർത്താൽ മതി. ഇനി രണ്ടാമത് അടുത്തതായിട്ട് നമ്മളതിൽ താഴെ ഒരു ചിത്രം, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കമ്പാരിസൺ ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. എന്താണ് കോഡേറ്റും നോൺ കോഡേറ്റും തമ്മിലുള്ള വ്യത്യാസം? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെപ്പോഴും പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റനാണ്. ഇത് ഏതെങ്കിലും ഓർമ്മ തന്നിട്ട് നിങ്ങളോട് അത് കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടി പറയും. എന്താണ് കോഡേറ്റും നോൺ കോഡേറ്റും തമ്മിലുള്ള വ്യത്യാസം? അതിൽ കോഡേറ്റ്സിന്റെ ഒന്നാമത്തെ ക്യാരക്ടറായിട്ട് പറഞ്ഞത് എന്താണ്? നോട്ടോകോഡ് പ്രസന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നോട്ടോകോഡ് പ്രസന്റ് ആണ്, അതേസമയം നോൺ കോഡേറ്റിൽ നോട്ടോകോഡ് ആബ്സെന്റ് ആണ്, നോട്ടോകോഡ് ഇല്ല. രണ്ടാമത് പറഞ്ഞത് സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോഴ്സൽ, ഹോളോ ആൻഡ് സിംഗിൾ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഡോഴ്സൽ ഹോളോ നെർവോഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോഴ്സൽ, ഹോളോ ആൻഡ് സിംഗിൾ ആണ്. ഡോഴ്സൽ സൈഡിലാണ് കാണുന്നത്, ഹോളോ ആണ്, ട്യൂബുലർ ആണ്, ആൻഡ് സിംഗിൾ ഒരെണ്ണേ ഉള്ളൂ. അതേസമയം നോൺ കോഡേറ്റിലാണെങ്കിലോ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ. അത് വെൻട്രൽ ആണ്, കാണുന്നത് വെൻട്രൽ സൈഡിലാണ്, സോളിഡ് ആണ്, അതായത് അതിനകത്തുകൂടി ഹോളില്ല. പിന്നെയോ ഡബിൾ ആണ്, രണ്ടെണ്ണം. നമ്മൾ നേരത്തെ അനലിഡയും എർത്തുവിന്റെ എക്സാമ്പിൾ നമ്മളതാണ് പറഞ്ഞത്. ഹോൾസ് വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ നെർവോഡാണ് അവയിൽ കാണുന്നത്. ഇനി മൂന്നാമത്തെ ക്യാരക്ടർ ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽസിൽസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫാരിങ്സിൽ ഫാരിഞ്ചിയൽ ഗിൽസിൽസ് പ്രസന്റ് ആണ്, ഇപ്പുറത്തോ ഗിൽസിൽസ് ആർ ആബ്സെന്റ്. ഇത് നമുക്ക് ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽസിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുത്തത്, അത് നിങ്ങൾ ഫാരിഞ്ചിയൽ ഗിൽസിൽസ് പ്രസന്റ് എന്ന് എഴുതിയാലും മതി. ഇപ്പുറത്ത് ഗിൽസിൽസ് ആർ ആബ്സെന്റ്, ഗിൽസിൽസ് ആബ്സെന്റ് ആണ്. അടുത്ത ഹാർട്ട് ഈസ് വെൻട്രൽ. നമ്മുടെ ഹൃദയം കാണുന്നത് വെൻട്രൽ സൈഡിലാണ് എന്ന് പറയുന്നത്, മുൻവശത്താണ് ഹൃദയം. ഇപ്പുറത്തോ ഹാർട്ട് ഈസ് ഡോഴ്സൽ ഈഫ് പ്രസന്റ്. ഉണ്ടെങ്കിൽ, ഹൃദയം എല്ലാവരും ജീവിതത്തിലും ഇല്ല, ഉണ്ടെങ്കിൽ എന്താണ് ഹാർട്ട് ഈസ് പ്രസന്റ് ഇൻ ഡോഴ്സൽ, പിൻഭാഗത്താണ് ഹൃദയം കാണുന്നത്. ഇനി പോസ്റ്റ് ആനൽ ടെയിൽ പ്രസന്റ്. പോസ്റ്റ് ആനൽ ടെയിൽ പാർട്ട് ഉണ്ട്, പോസ്റ്റ് ആനൽ ടെയിൽ എന്ന് പറഞ്ഞൊരു ടെയിൽ ഉണ്ട്, പോസ്റ്റ് ആനൽ ടെയിൽ ഈസ് ആബ്സെന്റ്. ഇത്രയുമാണ് ഈ കോഡേറ്റും നോൺ കോഡേറ്റും നമ്മൾ വ്യത്യാസം. ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പം നോട്ടോകോഡ് പ്രസന്റ്, നോട്ടോകോഡ് ആബ്സെന്റ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോഴ്സൽ, ഹോളോ ആൻഡ് സിംഗിൾ. ഇപ്പുറത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ. പിന്നെ ഫാരിഞ്ചിയൽ ഗിൽസിൽസ് പ്രസന്റ്, ഫാരിഞ്ചിയൽ ഗിൽസിൽസ് ആബ്സെന്റ്. ഹാർട്ട് വെൻട്രൽ, ഹാർട്ട് ഡോഴ്സൽ. പിന്നെ പോസ്റ്റ് ആനൽ ടെയിൽ പാർട്ട് പ്രസന്റ്, പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെന്റ്. ഈ അത്ര 5 ക്യാരക്ടേഴ്സ് അല്ലെ, ഈ 5 ക്യാരക്ടേഴ്സും കോഡേറ്റും നോൺ കോഡേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ്, മറന്നു പോകണ്ട. അത്രയും ക്യാരക്ടേഴ്സ് നമുക്ക് ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ നമ്മൾ ക്രോഡീകരിച്ച് ടേബിൾ ഫോമിൽ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നോട്ടോകോഡ് എന്ന് പറഞ്ഞൊരു പോയിന്റ് കൊടുക്കും, ഇപ്പുറത്ത് കോഡേറ്റ് നോൺ കോഡ്. നിങ്ങൾ അതിൽ ഏതാണ് പ്രസന്റ് ഏതാണ് ആബ്സെന്റ് എന്ന് മാത്രം എഴുതുന്ന രീതിയിൽ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അതായത് ഒന്നാമത്തെ കോളത്തിൽ ആ ക്യാരക്ടർ നോട്ടോകോഡ്, നിങ്ങൾ ഇപ്പുറത്ത് കോഡേറ്റ് എന്നതിൻ്റെ താഴെ പ്രസന്റ്, നോൺ കോഡേറ്റ് താഴെ ആബ്സെന്റ് എന്ന് എഴുതുക. അല്ലെങ്കിൽ ഇപ്പം ഇപ്പുറത്തെ രണ്ടാമത്തെ പോയിന്റ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാണെങ്കിൽ ആദ്യത്തേത് ഡോഴ്സൽ, ഹോളോ ആൻഡ് സിംഗിൾ. ഇപ്പുറത്ത് വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ എന്ന രീതി എഴുതാം. ഇനി ഗിൽസിൽസ് ആണെങ്കിൽ പ്രസന്റ്, ആബ്സെന്റ്. ഹാർട്ട് എന്നാണെങ്കിൽ വെൻട്രൽ, ഡോഴ്സൽ. പോസ്റ്റ് ആനൽ ടെയിൽ ആണെങ്കിൽ പ്രസന്റ്, ആബ്സെന്റ്. ആ രൂപത്തിൽ പഠിച്ചാൽ മതി. അപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ ഈ 5 പോയിന്റും പഠിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റും. അതോക്കെ. ഇനി പിന്നെ നമ്മൾ കാണുന്നത് ഈ കോഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ദ ഫൈലം കോഡേറ്റ ഈസ് ഡിവൈഡ് ഇൻ 3 സബ് ഫൈല. കോഡേറ്റയെ നമ്മൾ 3 സബ് ഫൈലയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അതാണ് അടുത്തായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമത് യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ. പിന്നെ സെഫലോ കോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. അപ്പൊ 3 സബ് ഫൈലമാണ്. അതായത് കോഡേറ്റ എന്ന് പറയുന്നത് വലിയൊരു ഗ്രൂപ്പാണ്. അപ്പൊ അതിനെ 3 സബ് ഫൈലങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈലത്തിന്റെ തൊട്ട് താഴെ നമ്മൾ നേരത്തെ ഹൈറാർക്കി ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ ഫൈലത്തിന് താഴെ ക്ലാസ് ആണ് വരുന്നത് അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ക്ലാസ് എന്ന് പറയുന്നതിനിടയിൽ, അതായത് ഫൈലത്തിനും ക്ലാസിനും ഇടയിലായിട്ടാണ് ഈ സബ് ഫൈലം വരുന്നത്. അങ്ങനെയുള്ള 3 സബ് ഫൈലങ്ങളാണ്. എല്ലാത്തിനും ഉണ്ട് ഇതേപോലെ സബ് ഫൈല, സബ് ക്ലാസ് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഫൈലത്തിന്റെ ആണ് പറയുന്നത് സബ് ഫൈലം. 3 സബ് ഫൈലുണ്ട്. ഒന്ന് യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, രണ്ടാമത്തത് സെഫലോ കോഡേറ്റ, മൂന്നാമത്തത് വെർട്ടിബ്രേറ്റ. അതാണ് നമ്മളൊരു ടേബിളായിട്ട് അവിടെ കൊടുത്തത്. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാവുന്നതാണ്. ഏതൊക്കെയാണ് കോഡേറ്റയുടെ 3 സബ് ഫൈലം? ഏതൊക്കെയാണ്? യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, രണ്ടാമത്തേത് സെഫലോ കോഡേറ്റ, മൂന്നാമത്തേത് വെർട്ടിബ്രേറ്റ. ഒന്നുകൂടി നോക്കുക. യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, സെഫലോ കോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. മനസ്സിലായല്ലോ? ഈ ഇതില് ആദ്യത്തെ രണ്ടെണ്ണം സബ് ഫൈല യൂറോ കോഡേറ്റ ആൻഡ് സെഫലോ കോഡേറ്റ ഓഫൻ റെഫേർഡ് ടു ആസ് പ്രോട്ടോകോഡേറ്റ്സ് ആൻഡ് ആർ എക്സ്ക്ലൂസീവ്ലി പറയും. വളരെ പ്രിമിറ്റീവായ ജീവികളാണ് യൂറോ കോഡേറ്റയും ഈ സെഫലോ. അതായത് കോർഡേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഏറ്റവും ആദ്യമുണ്ടായ ജീവികളാണ് ഈ യൂറോ കോഡേറ്റയും സെഫലോ കോഡേറ്റയും. അതുകൊണ്ട് ഈ 2 ഗ്രൂപ്പുകളെയും കൂടി ചേർത്ത് പ്രോട്ടോ കോർഡേറ്റ്സ്, കോർഡേറ്റ്സിന് മുമ്പ് അല്ലെങ്കിൽ കോർഡേറ്റ് ആയിട്ട് വരുന്ന ആദ്യ ജീവികളിൽ അവയെ നമ്മൾ പ്രോട്ടോ കോർഡേറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ പ്രോട്ടോ കോർഡേറ്റ്സ് വരുന്ന ഏതൊക്കെയാണ്? പ്രോട്ടോ കോർഡേറ്റ്സിലാണ് യൂറോ കോഡേറ്റയും സെഫലോ കോഡേറ്റയും വരുന്നതർത്ഥം. ഈ നമ്മൾ പഠിക്കുന്ന ഈ 3 സബ് ഫൈല, അതായത് യൂറോ കോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, സെഫലോ കോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ എന്ന ഗ്രൂപ്പിൽ ഈ യൂറോ കോഡേറ്റയെയും സെഫലോ കോഡേറ്റയും ഒന്നിച്ച് പറയുന്ന പേരാണ്
പ്രോട്ടോകോഡേസ് എന്ന് പറയുന്നത്. ഈ 2 ഗ്രൂപ്പുകൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ഈ ഓരോ സബ് ഫൈലത്തിന്റെയും ക്യാരക്ടേഴ്സ് എന്താണ് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ സബ് ഫൈലം യൂറോകോഡേറ്റ, ഒന്നാമത് കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിലേ ഉള്ളൂ. സബ് ഫൈലം യൂറോകോഡേറ്റയ്ക്ക് 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ്. ഒന്നെന്താണ്, ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ, എല്ലാം തന്നെ മറൈൻ ജീവികളാണ്, കടലിൽ മാത്രം കാണുന്ന ജീവികളാണ് യൂറോകോഡേറ്റയിൽ വരുന്നത്. ഇനിയോ, ഇൻ യൂറോകോഡേറ്റ നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. നോട്ടോകോഡ് ലാർവയുടെ ടെയിലിൽ മാത്രം കാണുന്ന ജീവികളാണ്. നോട്ടോകോഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ, കോഡേറ്റ് എന്ന് പറയും. പക്ഷെ ഇവിടെ നോട്ടോകോഡ് ഉണ്ട്, പക്ഷെ എവിടെയാണ്, ലാർവയുടെ, അതിന്റെ കുഞ്ഞുങ്ങളുടെ ടെയിലിലാണ് നോട്ടോകോഡ് കാണുന്നത്. സോ ഇൻ യൂറോകോഡേറ്റ ദ നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. അതാണ് ഇവരുടെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഐഡന്റിഫിക്കേഷൻ അതാണ് ഓർത്തേണ്ടത്. യൂറോകോഡേറ്റ എക്സ്ക്ലൂസീവ്ലി മറൈൻ, അത് നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. എക്സാമ്പിൾ ഏതൊക്കെയാണ്, സാൽപ്പ, അസിഡിയ, ഡോളിയോലം. അതിൽ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. അസിഡിയ എന്ന് പറഞ്ഞ ജീവിയുടെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സാൽപ്പ, അസിഡിയ, ഡോളിയോലം എന്നിങ്ങനെ 3 എക്സാമ്പിളുകളാണ് ഈ യൂറോകോഡേറ്റ പഠിക്കാനുള്ളത്. അതിൽ അസിഡിയയുടെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ യൂറോകോഡേറ്റ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സെഫലോകോഡേറ്റ. സെഫലോകോഡേറ്റയിൽ ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. അവയും എന്താണ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ. ഇത് രണ്ടും മറൈനാണ്. നമ്മൾ പ്രോട്ടോകോഡേറ്റ്സ് മറൈൻ ആണെന്ന് പറഞ്ഞു, എക്സ്ക്ലൂസീവ്ലി മറൈൻ. ഇനിയോ, ഇവയുടെ പ്രത്യേകത നോട്ടോകോഡ് എക്സ്റ്റെൻസ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ ആൻഡ് ഈസ് പെർസിസ്റ്റ് ത്രൂ ഔട്ട് ലൈഫ്. ശരിക്കും നോട്ടോകോഡ് ഏറ്റവും വ്യക്തമായി കാണുന്നത് സെഫലോകോഡേറ്റയിലാണ്. അവയുടെ പ്രത്യേകതയാണ് നോട്ടോകോഡ് എക്സ്റ്റെൻസ് ഫ്രം ഹെഡ് ടു ടെയിൽ ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. അവയുടെ ജീവിതകാലം മുഴുവനും നോട്ടോകോഡ് കാണുന്ന ജീവികളാണ് സെഫലോകോഡേറ്റ എന്ന് പറയുന്നത്. നോട്ടോകോഡ് എക്സ്റ്റെൻസ് ഫ്രം ഹെഡ് ടു ടെയിൽ ആൻഡ് പ്രസന്റ് ത്രൂ ഔട്ട് ലൈഫ്. ഈ പോയിന്റാണ് നമ്മൾ സെഫലോകോഡേറ്റയെ കുറിച്ച്. അതിന്റെ എക്സാമ്പിളാണ് ബ്രാങ്കിയോസ്റ്റോമ, ആംഫിയോക്സ് ഓർ ലാൻസെറ്റ് എന്ന് പറയുന്നത്. ബ്രാങ്കിയോസ്റ്റോമ, ആംഫിയോക്സ് ഓർ ലാൻസെറ്റ് എന്ന് പറയുന്ന ജീവിയാണ് അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും സബ് ഫൈലം സെഫലോകോഡേറ്റ എന്ന് പറയുന്നതിൽ ശരിക്കും നമുക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് നമ്മൾ ഓർത്തിരിക്കാം. അതായത് നമ്മൾ പറഞ്ഞതാണ് ഈ കോഡേറ്റ എന്ന് പറയുന്നതിന് 3 സബ് ഫൈലുണ്ട്. ഏതൊക്കെയാണ്, യൂറോകോഡേറ്റ, സെഫലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. അതിൽ ഇവയുടെ വ്യത്യാസമാണ് പറഞ്ഞത്. യൂറോകോഡേറ്റയിൽ നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. രണ്ടാമത് പറഞ്ഞത് സെഫലോകോഡേറ്റയാണ്. അതിൽ നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ഫ്രം ഹെഡ് ടു ടെയിൽ ആൻഡ് പ്രസന്റ് ത്രൂ ഔട്ട് ലൈഫ്. ഇങ്ങനെ ഇവ നമ്മൾ വ്യത്യാസം ഓർത്തിരിക്കുക. ഇത് രണ്ടിനെയും കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് പ്രോട്ടോകോഡേസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പാണ് എന്ത്, സബ് ഫൈലം വെർട്ടിബ്രേറ്റ. ഇതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർട്ടിബ്രേറ്റയെ കുറിച്ച് മാത്രമാണ്. ഈ 2 കുറിച്ച് ഇത്രയും നമുക്ക് പഠിക്കാറുണ്ട്. പക്ഷേ വെർട്ടിബ്രേറ്റയെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ ഇനി പഠിക്കാൻ പോകുന്നതല്ല. അതുകൊണ്ട് വെർട്ടിബ്രേറ്റയെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, ദേ പോസസ് നോട്ടോകോഡ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് പീരീഡ്. ദേ പോസസ് നോട്ടോകോഡ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് പീരീഡ്. എംബ്രിയോണിക് പീരീഡിലാണ് വെർട്ടിബ്രേറ്റയിൽ നോട്ടോകോഡ് കാണുന്നത് എന്ന് പറഞ്ഞാൽ എംബ്രിയോ ആയിരിക്കുമ്പോൾ. നമ്മൾക്കാണെങ്കിലും നോട്ടോകോഡ് നമുക്ക്, ഞാൻ പറഞ്ഞു, നട്ടലാണ് നമുക്ക് പിന്നീടുള്ളത്. ആദ്യം നോട്ടോകോഡ് ഉണ്ട്, അത് എംബ്രിയോണിക് പീരീഡിലാണ്, കുഞ്ഞുങ്ങളായിരിക്കും, അമ്മയുടെ മനുഷ്യരിലാണ്. മറ്റു ജീവികളിൽ അതിന്റെ സ്റ്റേജ് ഏതാണോ ആ സ്റ്റേജിൽ മാത്രമേ ഉണ്ടാവും. നോട്ടോകോഡ് എംബ്രിയോണിക് പീരീഡിൽ മാത്രമേ ഉണ്ടാവും. ഇനി ദ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട്. പിന്നീട് എന്ത് ചെയ്യും, ഈ നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ബോണി വെർട്ടിബ്രൽ കോളം അഡൽട്ടിൽ വരും. ഒരു വെർട്ടിബ്രൽ കോളം അഡൽട്ടിൽ ഉണ്ടാകുന്നു. അതായത് നട്ടല് എന്ന് പറയുന്നത് രൂപപ്പെടുന്നു. നോട്ടോകോഡ് മാറി നട്ടല് വരുന്നു എന്നതാണ് ഈ ജീവിയുടെ പ്രത്യേകത. അപ്പോൾ ദ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ അഡൽട്ട്. ആ പോയിന്റും ഓർത്തിരിക്കുക. ഇനി വെർട്ടിബ്രേറ്റ്സിന് മറ്റൊരു വരുന്നത്, വെർട്ടിബ്രേറ്റ്സ് ഹാവ് എ വെൻട്രൽ മസ്കുലർ ഹാർട്ട്. നമ്മൾ പറഞ്ഞു എല്ലാ കോർഡിനേറ്റിനും പ്രത്യേകമാണ് വെൻട്രൽ ഹാർട്ടാണ്. ഇവിടെയും വെൻട്രൽ മസ്കുലർ ഹാർട്ട്. നമുക്കറിയാം നമ്മുടെ ഹാർട്ട് മസ്കുലർ ആണ്. എന്ത് മസിൽ കൊണ്ടാണ് ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് മസിൽ കൊണ്ടാണ്? ഡോണയ്ക്ക് പറയാമോ? എന്ത് മസിൽ കൊണ്ടാണ് ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ഹാർട്ടിന്റെ മസിലിന്റെ പേര് പറയാമോ ഡോണ? അറിയുമോ? ഹാർട്ട് അറിയില്ല. ആർക്കെങ്കിലും അറിയാമോ ഹാർട്ട് മസിൽസിന്റെ പേര്? ആർക്കെങ്കിലും? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഏതാ എമൽഡ ഒന്ന് പറഞ്ഞ് കേട്ടില്ല. എങ്ങനെയാ? ഓക്കെ, വെരി ഗുഡ്. കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ, കറക്റ്റ്. കാർഡിയാക് മസിലാണ്. അത് തന്നെ, കാർഡിയാക് മസിലാണ്. അത് ഹാർട്ട് മസിൽസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പേരാണ് കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത്. ഹൃദയത്തിൽ മാത്രമേ ഈ കാർഡിയാക് മസിൽസ് ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ മസ്കുലർ ഹാർട്ടാണ്. നമ്മളെ കാർഡിയാക് മസിൽ കൊണ്ടാണ് നമ്മളിനി പഠിച്ചു വരുമ്പോൾ നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട് എന്താണ് കാർഡിയാക് മസിൽ എന്നൊക്കെ. അപ്പോൾ അത് ഓർത്തിരിക്കും. കാർഡിയാക് മസിൽ കൊണ്ടാണ് നമ്മുടെ ഹൃദയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സോ വെർട്ടിബ്രേറ്റ്സ് ഹാവ് എ വെൻട്രൽ മസ്കുലർ ഹാർട്ട്. പിന്നെന്താണ് ഒരു പ്രത്യേകത? ഇത് 2, 3 or 4 ചേമ്പേഴ്സ്. മറ്റു ജീവികളൊന്നും ഇല്ലാത്ത പ്രത്യേകത എന്താണ്? 2, 3 or 4 ചേമ്പേഴ്സ്. ഹൃദയത്തിന് 2, 3 അല്ലെങ്കിൽ 4 അറകളുണ്ടാവും. നമുക്ക് എത്ര അറകളുണ്ട് ഹൃദയത്തിൽ എന്നാണെങ്കിലും പറയാം. ഹൗ മെനി ചേമ്പേഴ്സ് ആർ പ്രസന്റ് ഇൻ ഹ്യൂമൻ ഹാർട്ട്? നമ്മുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് പറയാം? ആർക്കെങ്കിലും?
ആ 4 ചേമ്പേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. 4 ചേമ്പേഴ്സ്. അത് ഏതൊക്കെയാണെന്ന് പറയാമോ ആരെങ്കിലും? ഈ 4 അറകൾ ഏതൊക്കെയാണ് ആർക്കെങ്കിലും അറിയാം? 4 ചേമ്പേഴ്സ് ഓഫ് ഹാർട്ട്. പറയൂ, ആരാ പറയാമെന്ന്? ഹ്യൂമൻ ഹാർട്ടിന്റെ 4 അറകൾ പറയാമോ? അതെ അത് ശരി, അത് കറക്റ്റാണ്. അപ്പൊ 2 വെൻട്രിക്കിളുകളും 2 ഓറിക്കിളുകളും അല്ലേ? 2 വെൻട്രിക്കിളുകളും 2 ഓറിക്കിളും ഉണ്ട്. ഏതൊക്കെയാണ്? ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് ഏട്രിയം, അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് സ്കൂളിൽ. അത് തന്നെ. അപ്പൊ 4 അറകളാണ് ഹൃദയത്തിലുള്ളത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഹ്യൂമൻ ഹാർട്ട് ഹാസ് 2 പ്രത്യേകത. ഹ്യൂമൻ അല്ലെങ്കിൽ നമ്മൾ വെർട്ടിബ്രേറ്റിന്റെ ഹാർട്ടിന്റെ പ്രത്യേകത വെൻട്രൽ മസ്കുലർ ഹാർട്ടാണ് വിത്ത് 2, 3 or 4 ചേമ്പേഴ്സ്. ഇങ്ങനെ പറയാനുള്ള കാരണം നമുക്ക് 4 ചേമ്പർ ഉണ്ടെങ്കിലും ചിലപ്പോൾ താഴ്ന്ന, അതായത് ഈ പക്ഷികൾക്കും അതുപോലെ സസ്തനികൾക്കും മാത്രമേ 4 അറകളുള്ളൂ. താഴേക്ക് വരുമ്പോൾ അതിന്റെ ഹാർട്ടിന്റെ ചേമ്പറിന്റെ എണ്ണം കുറഞ്ഞു വരും. അത് നമ്മൾ ഇനി പഠിക്കുന്ന ഗ്രൂപ്പിൽ നമ്മൾ വരുന്നുണ്ട് അന്നേരം പറയാനായിട്ട്. ഇപ്പോൾ ഫിഷസിനൊക്കെ 2 ചേമ്പറേ ഉണ്ടാവും. അങ്ങനെ ഓരോ ജീവികൾക്കും വ്യത്യാസമുണ്ട്. ഇനി ദേ ഹാവ് കിഡ്നീസ് ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോറെഗുലേഷൻ ആൻഡ് പെയ്ഡ് അപ്പൻഡേജസ് വിച്ച് മേ ബി ഫിൻസ് ഓർ ലിംസ്. അതാണ് വേറെ. എന്താണ്? ദേ ഹാവ് കിഡ്നീസ് ഫോർ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ ഉപയോഗിക്കുന്ന അവയവങ്ങൾ എന്താണ്? കിഡ്നിയാണ്. കിഡ്നി ഉപയോഗിച്ചാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്. പിന്നെ ഓസ്മോറെഗുലേഷൻ. അതുപോലെ പെയ്ഡ് അപ്പൻഡേജസ് വിച്ച് മേ ബി ഫിൻസ് ഓർ ലിംസ്. കൈകാലുകളുണ്ട് അല്ലേ? പക്ഷേ ഇപ്പം ഈ ചിലതിൽ ഫിൻസ് ആണ്. ഫിൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കണ്ട എവിടെയായിരിക്കും? മത്സ്യങ്ങളിലാണ്. മത്സ്യങ്ങളിലാണെങ്കിൽ ഫിൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട. അത് തന്നെയാണ് ഒന്നുകൂടെ ആവർത്തിച്ചിരിക്കുന്നുള്ളൂ. ദേ ഹാവ് പെയ്ഡ് അപ്പൻഡേജസ് മേ ബി ഫിൻസ് ഓർ ലിംസ് എന്ന് പറയുന്ന മോളിലും പറഞ്ഞു. അപ്പോൾ 2 ഒന്ന് തന്നെയാണ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെർട്ടിബ്രേറ്റയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് പറഞ്ഞത് അവയ്ക്ക് ഒരു നോട്ടോകോഡ് ഉണ്ട്, പക്ഷേ അത് എംബ്രിയോണിക്. അപ്പോൾ ഇനി നമ്മൾ ഈ 3 സബ് ഫൈലയുടെയും നോട്ടോകോഡിന്റെ പ്രത്യേകത ഒന്ന് പരീക്ഷിച്ച് നോക്കി എന്തൊക്കെയാണെന്ന്. ആദ്യം പറഞ്ഞ യൂറോകോഡേറ്റയിൽ എന്താണ് പ്രത്യേകത? നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. രണ്ടാമത് പറഞ്ഞ സെഫലോകോഡേറ്റയിലോ നോട്ടോകോഡ് പ്രസന്റ് ഫ്രം ഹെഡ് ടു ടെയിൽ ആൻഡ് എക്സ്റ്റെൻസ് ത്രൂ ഔട്ട് ലൈഫ്. വെർട്ടിബ്രേറ്റയിൽ നോട്ടോകോഡ് ഡ്യൂറിംഗ് ദി എംബ്രിയോണിക് പീരിയഡ്. ഈ വ്യത്യാസമാണ് നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്നത്. ഈ 3 സബ് ഫൈലയിലും നോട്ടോകോഡിലാണ് വ്യത്യാസം. എന്താണ്? ആദ്യം പറഞ്ഞ യൂറോകോഡേറ്റയിൽ നോട്ടോകോഡ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. അതാണ് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ സെഫലോകോഡേറ്റയിൽ, സെഫലോ എന്ന് പറഞ്ഞാൽ ഹെഡ് എന്നാണ്. അപ്പോൾ അത് ഓർത്താൽ മതി. സെഫലോ മീൻസ് ഹെഡ് എന്നാണ്. അപ്പോൾ എന്താണ്? സെഫലോകോഡേറ്റയിൽ നോട്ടോകോഡ് എക്സ്റ്റെൻസ് ഫ്രം ഹെഡ് ടു ടെയിൽ ആൻഡ് പ്രസന്റ് ത്രൂ ഔട്ട് ലൈഫ്. ജീവിതകാലം മുഴുവനും ഉണ്ടാവും. വെർട്ടിബ്രേറ്റയിൽ ഇറ്റ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ എംബ്രിയോ. എംബ്രിയോണിക് പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എംബ്രിയോയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 3 പോയിന്റ്സ് ഓർത്തിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു വെർട്ടിബ്രേറ്റെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള കാരണം വെർട്ടിബ്രേറ്റെ കുറിച്ചാണ് നമ്മൾ ഈ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ക്യാരക്ടേഴ്സ് ആണ്. അതിനകത്ത് നോട്ടോകോഡ് എന്ന് പറയുന്നത് മാറിയിട്ട് എന്താവും? വെർട്ടിബ്രൽ കൊളാവും അഡൽട്ട് ആകുമ്പോഴത്തേക്കും. കുട്ടികളിലാണ് നോട്ടോകോഡ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ജീവി അതിന്റെ കുഞ്ഞായിരിക്കുമ്പോൾ മാത്രമേ നോട്ടോകോഡ് ഉണ്ടാവുള്ളൂ. പിന്നീട് അതിനെ കാർട്ടിലേജ് കൊണ്ടോ അല്ലെങ്കിൽ ബോൺ കൊണ്ടോ, കാർട്ടിലേജ് ബോണും അറിയാം, അസ്ഥിയും തരുണാസ്ഥിയും നമ്മൾ പിന്നെ പഠിക്കാൻ, അത് ഞാൻ പറയാൻ പിന്നീട്. കാർട്ടിലേജ് കൊണ്ടോ ബോഡി ഉണ്ടാക്കി ഒരു വെർട്ടിബ്രൽ കോളം നട്ടല് ഉണ്ടാവും അഡൽട്ട് ആകുമ്പോഴത്തേക്ക്. അങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മൾ നോട്ടോകോഡ് നമ്മളെ എന്ന് പറയുന്നത് വെർട്ടിബ്രൽ എന്ന് പറയുന്നത്. ഇനി പിന്നെ വെൻട്രൽ മസ്കുലർ ഹാർട്ട് ഉണ്ട് വിത്ത് ചേമ്പേഴ്സ് അല്ലേ? 2, 3 or 4 ചേമ്പേഴ്സ്. പിന്നൊന്ന് ദേ ഹാവ് കിഡ്നീസ് ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോറെഗുലേഷൻ. മറ്റൊന്ന് ദേ മേ ഹാവ് അപ്പൻഡേജസ്. കൈകാലുകൾ ഉണ്ടാവും. ഒന്നുകിൽ ഫിൻസ് ആയിരിക്കും അല്ലെങ്കിൽ ലിംസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെർട്ടിബ്രേറ്റിന്റെ കാര്യങ്ങളായിട്ട് ഓർക്കുന്നത്. ഇനി അതിന് താഴെ ഒരു സെന്റൻസ് കൊടുത്തേക്ക് നിങ്ങൾ നോക്കി. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, എന്നാൽ എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ് ആകണമെന്നില്ല. മനസ്സിലായില്ല? എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, പക്ഷേ എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ് അല്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു സെന്റൻസ് ജസ്റ്റിഫൈ എന്നോ വൈ എന്നോ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ചോദിക്കും. എന്തുകൊണ്ടാണ് എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, പക്ഷേ എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല? ഇപ്പൊ പറഞ്ഞിരുന്ന ആരെങ്കിലും പറയാമോ? നമ്മളിപ്പോ പറഞ്ഞല്ലോ എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, ബട്ട് എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ് അല്ല. പറയാമോ ആരെങ്കിലും? നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് അത് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, പക്ഷേ എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ് അല്ല. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. എന്തുകൊണ്ടായിരിക്കും? പറയാം ആർക്കെങ്കിലും? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാ വെർട്ടിബ്രേറ്റ്സിനെയും നമ്മൾ കോഡേറ്റ്സ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് അല്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? സോറി, അങ്ങനല്ല. എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, എന്നാൽ എല്ലാ കോഡേറ്റും വെർട്ടിബ്രേറ്റ് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ 3 ക്ലാസ് പഠിച്ചല്ലോ, 3 സബ്ഫൈലും പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? സെഫലോകോഡേറ്റ, യൂറോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. ഇതില്
എന്തുകൊണ്ടായിരിക്കും വെർട്ടിബ്രേറ്റിനെ നമ്മൾ എല്ലാ വെർട്ടിബ്രേറ്റും കോർഡിനേറ്റ് ആണെന്ന് പറയുന്നത്? അതെന്തുകൊണ്ടാണ് എല്ലാ വെർട്ടിബ്രേറ്റും കോർഡിനേറ്റ് പറയുന്നത്? അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമുക്ക് ഒന്നാമത്തെ എടുക്കാം. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡിനേറ്റ്. വൈ? എന്തുകൊണ്ടാണ് എല്ലാ വെർട്ടിബ്രേറ്റ്സിനും കോർഡിനേറ്റ്സ് പറയുന്നത്? കോർഡിനേറ്റിന്റെ ക്യാരക്ടർ എന്താണ്? പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. അതെന്തിലുണ്ട്? വെർട്ടിബ്രേറ്റിലുണ്ട് അല്ലേ? അതുകൊണ്ട് അതേ നമ്മൾ വിളിക്കാം, കോർഡിനേറ്റ് വിളിക്കാം. അതാണ് നിങ്ങളെ തൊട്ട് താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡിനേറ്റ്സ് ബിക്കോസ് ദേ പോസസ് നോട്ടോകോഡ് ഡ്യൂറിംഗ് എംബ്രിയോണിക് പീരീഡ്. എംബ്രിയോണിക് പീരീഡിൽ നോട്ടോകോഡ് ഉള്ളതുകൊണ്ട് എല്ലാ വെർട്ടിബ്രേറ്റ്സിനെയും നമുക്ക് കോർഡിനേറ്റ് എന്ന് പറയാം. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ? തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആൻസർ ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡിനേറ്റ്സ് ബിക്കോസ് ദേ പോസസ് നോട്ടോകോഡ് ഡ്യൂറിംഗ് ദി എംബ്രിയോണിക് പീരീഡ്. എംബ്രിയോണിക് പീരീഡിൽ നോട്ടോകോഡ് ഉള്ളതുകൊണ്ട് എല്ലാ വെർട്ടിബ്രേറ്റ്സും കോർഡിനേറ്റ്സ് ആണ്. കോർഡിനേറ്റ് അതുണ്ടല്ലോ എംബ്രിയോണിക് പീരീഡിൽ നോട്ടോകോഡ് ഉള്ളവയെ മാത്രമേ കോർഡിനേറ്റ് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നോട്ടോകോഡ് വെർട്ടിബ്രേറ്റ്സിലുണ്ട്, അത് എംബ്രിയോണിക് പീരീഡിലാണെന്നേ ഉള്ളൂ. അങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാ വെർട്ടിബ്രേറ്റും നമുക്ക് കോർഡിനേറ്റ് പറയാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? ഓൾ കോർഡിനേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. എന്നാൽ എല്ലാ കോർഡിനേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. അതെന്തുകൊണ്ടാണ്? കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വെർട്ടിബ്രേറ്റ് മാത്രമല്ല ഉള്ളത്, വേറെ രണ്ടെണ്ണം കൂടെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? യൂറോ കോർഡിനേറ്റയും ഉണ്ട്, സെഫലോ കോർഡിനേറ്റയും ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? യൂറോ കോർഡിനേറ്റയിലും സെഫലോ കോർഡിനേറ്റയിലും നോട്ടോകോഡ് ഉണ്ട്. അതുകൊണ്ട് അവ എന്താണ്? കോർഡിനേറ്റ് ആണ്. നമ്മൾ പഠിച്ചു യൂറോ കോർഡിനേറ്റയിൽ നോട്ടോകോഡ് അതിന്റെ ലാർവൽ ടെയിലും സെഫലോ കോർഡിനേറ്റയിൽ ഹെഡ് ടു ടെയിലും ത്രൂട്ട് ലൈഫ് ഒക്കെ കാണുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവ എന്താണ്? കോർഡിനേറ്റ് ആണ്. അതായത് യൂറോ കോർഡിനേറ്റയും സെഫലോ കോർഡിനേറ്റയും കോർഡിനേറ്റ്സ് ആണ്. പക്ഷെ എന്തല്ല? വെർട്ടിബ്രേറ്റ് അല്ല. വെർട്ടിബ്രേറ്റ് വേണം, എന്ത് വേണം? വെർട്ടിബ്രൽ കോളം വേണം. ആ വെർട്ടിബ്രൽ കോളം ഇവയ്ക്കില്ല. അതാണ് അടുത്ത പോയിന്റ്. യൂറോ കോർഡിനേറ്റ് ആൻഡ് സെഫലോ കോർഡിനേറ്റ്സ് ആർ കോർഡിനേറ്റ്സ് ബിക്കോസ് ദേ ഹാവ് നോട്ടോകോഡ് ബട്ട് ദേ ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് ആസ് ദേ ഹാവ് നോ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നട്ടലില്ലാത്തതുകൊണ്ട് അവയെ നമുക്ക് നട്ടലുള്ള ജീവികൾ എന്ന് പറയാൻ കഴിയില്ല. ഏതിനൊക്കെ? സെഫലോ കോർഡിനേറ്റയും യൂറോ കോർഡിനേറ്റയും. അപ്പൊ ഇത് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് പരീക്ഷിക്കുന്നത്. 2 മാർക്കിൽ ചോദിക്കാം. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡിനേറ്റ്സ് ബട്ട് ഓൾ കോർഡിനേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. വൈ? അല്ലെങ്കിൽ ജസ്റ്റിഫൈ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക ഈ ചോദ്യം പല പ്രാവശ്യം. അപ്പൊ ആ ആൻസർ അതേപോലെ പഠിക്കും. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് എല്ലാ വെർട്ടിബ്രേറ്റ്സും കോർഡിനേറ്റ്സ് ആണ്. കാരണം വെർട്ടിബ്രേറ്റ്സിന് എംബ്രിയോണിക് പീരീഡിൽ നോട്ടോകോഡ് ഉണ്ട്. എന്നാൽ എല്ലാ കോർഡിനേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. അതിന് കാരണം സെഫലോ കോർഡിനേറ്റ, യൂറോ കോർഡിനേറ്റ എന്നിവ നോട്ടോകോഡ് ഉള്ളത് കൊണ്ട് കോർഡിനേറ്റ് ആണെങ്കിലും അവ വെർട്ടിബ്രേറ്റ് അല്ല. കാരണം അവയ്ക്ക് വെർട്ടിബ്രൽ കോളം ഇല്ല. അതാണ് പറഞ്ഞത്. മനസ്സിലായില്ല? ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത്രയുമാണ് നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് ഓർത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അതിന് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നമ്മൾക്ക് ഇത് എപ്പോഴും പരീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇതൊന്ന് ഞാൻ പറയാം. ഇത് നമ്മൾക്ക് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സബ്ഫൈലം വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നതിനെ നമ്മൾ പിന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ദ സബ്ഫൈലം വെർട്ടിബ്രേറ്റ ഈസ് ഫർദർ ഡിവൈഡഡ് ആസ് ഫോളോസ്. എന്താണ്? വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നതിന് 2 ഡിവിഷനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ്? ഒന്നാമത് എനാത്ത. അതിന്റെ പേരാണ് എനാത്ത. എനാത്ത മീൻസ് ലാക്ടോസ്. ജോ ഇല്ലാത്ത ജീവികൾ, താടിയലില്ലാത്ത ജീവികളാണ് ഏക്നാത്ത. ദേ ലാക്ക് ജോസ്. ജോ ഇല്ല. നമ്മൾ ലോവർ ജോയും അപ്പർ ജോയും പറയും. താടിയൽ, കീഴ്ത്താടി, മേൽത്താടി. അങ്ങനെ ജോ ഇല്ലാത്ത ജീവികൾ ഏനാത്ത എന്നാണ് പറയുക. ഇനി മറ്റെന്താണ്? നാത്തോസ്റ്റൊമാറ്റ. അവിടെ ജി സൈലന്റ് ആണ്, അതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. ഏനാത്തയും നാത്തോസ്റ്റൊമാറ്റ. നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ദേ ബിയേഴ്സ് ജോ. അവയ്ക്ക് ജോ ഉണ്ട്. എന്തുണ്ട്? താടിയെല്ലാം ഉണ്ട്. അപ്പം ഏനാത്തയും നാത്തോസ്റ്റൊമാറ്റ രണ്ടെണ്ണം. സോ വെർട്ടിബ്രേറ്റ് ഡിവൈഡഡ് ഇൻടു ഏനാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. ഏനാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. അതിൽ നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത് അതിനെ വീണ്ടും 2 സൂപ്പർ ക്ലാസ്സുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏനാത്ത എന്ന് പറയുന്നത്, അതായത് വെർട്ടിബ്രേറ്റ 2 ഡിവിഷനാണ്, ഏനാത്തയും നാത്തോസ്റ്റൊമാറ്റയും. അതിൽ ഏനാത്തയ്ക്ക് ജോ ഇല്ല, അതാണ് ഐഡന്റിഫിക്കേഷൻ. ഏനാത്തയിൽ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ, ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. അതിനെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കും. ആ ക്ലാസിന്റെ പേരാണ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഒരു ക്ലാസ് മാത്രമാണ് നമ്മൾ പിന്നെ ഫൈലം താഴെയാണ് ക്ലാസ് വരുന്നത്. ആ ക്ലാസ്സിലാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്നുള്ള ഒരു ക്ലാസ് മാത്രമേ അതിനകത്തുള്ളൂ. എന്നാൽ നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഈ താടിയയിലുള്ള ജീവികളിൽ 2 സൂപ്പർ ക്ലാസ്സുകളുണ്ട്. ഒന്ന് പിസസും മറ്റൊന്ന് ടെട്രാപോഡയും. പിസസ് എന്ന് പറയുന്ന അത് ബിയർ ഫിൻസ്. ഫിഷസ് തന്നെയാണ് പിസസ് എന്ന് പറയുന്നത്. പിസസ് ഫിഷസ് ആണ്. ബിയർ ഫിൻസ് അവയ്ക്ക് ചിറകുകളുണ്ട്. ചിറക് എന്ന് പറഞ്ഞാൽ മത്സ്യച്ചിറകുകളാണ് ഉദ്ദേശിക്കുന്നത്. ഫിൻസ് ഉണ്ട്. ടെട്രാപോഡ എന്ന് ബിയർ ലിംസ്. കൈകാലുകളുള്ള ജീവികളാണ് ടെട്രാപോഡ. 4 ലിംസാണ് നമുക്കുള്ളത് അല്ലേ? 2 കാലും 2 കൈയും. അതുകൊണ്ടാണ് ലിംസ് എന്ന് പറയുന്നത്. ലിംസ് ഉള്ള ജീവികളാണ് ടെട്രാപോഡ എന്ന് പറയുന്നത്. ഇനി പിസസ് അല്ലെങ്കിൽ ബിയർ ഫിൻസ് എന്നുള്ളതിനകത്ത് 2 ഗ്രൂപ്പുകൾ, 2 ക്ലാസ്സുകളാണ്. ഏതൊക്കെയാണ്? കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും. അതെന്താണെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസ്. കോൺട്രിക് തൈസ്, ഓസ്റ്റിക് തൈസ്. ആ വാക്ക് വായിക്കാൻ പഠിക്കണം. കോൺട്രിക് തൈസ്, ഓസ്റ്റിക് തൈസ്. കോൺട്രിക് തൈസ്, ഓസ്റ്റിക് തൈസ് എന്താണെന്നുള്ള വിശദമായി നമ്മൾ ഇനി പഠിക്കും. എൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് പഠിക്കാം. ടെട്രാപോഡയിൽ നമുക്ക് 4 ക്ലാസ്സുകളാണ്. ടെട്രാപോഡ എന്ന് പറഞ്ഞാൽ 4 ക്ലാസ് ഉള്ളതുകൊണ്ടല്ല. ടെട്ര എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 4 ലിംസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. 2 ലെഗും 2
ഹാൻഡ്സും ഉണ്ട്, അല്ലെങ്കിൽ 4 കാലുകൾ. കാലും കൈ എന്ന് പറയുന്നത് നമ്മളെ പോലെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ മൃഗങ്ങളാകുമ്പോൾ 4 കാലുകളാണെങ്കിൽ എങ്ങനെയായാലും അവയും 4 ഉള്ളതുകൊണ്ടാണ് അവയെ ടെട്രാപോഡ എന്ന് പറയുന്നത്. അവയ്ക്ക് ലിംസ് ഉള്ള ജീവികളാണ് ടെട്രാപോഡ. അതിൻ്റെ കാരണം അതിൻ്റെ എക്സാമ്പിളാണ് 4 ക്ലാസ്സുകളുള്ള ഒന്ന് ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്, അല്ലെ മമേലിയ. ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മാമൽസ്. ആംഫിബിയ നിങ്ങൾക്കറിയാം ഉഭയജീവികളാണ്, തവളയെപ്പോലുള്ള ജീവികൾ. റെപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊന്തും അരണയൊക്കെ വരുന്ന ജീവികൾ. ഏവ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ, ബേഡ്സ് ആണ്. മമേലിയ സസ്തനികൾ, മനുഷ്യരുൾപ്പെടെയുള്ള സസ്തനികളാണ് മമേലിയ വരുന്നത്. ഇത്രയുമാണ് നമ്മൾ വെർട്ടിബ്രേറ്റ് ക്ലാസിഫിക്കേഷൻ. ഈ ടേബിളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ബ്ലാങ്കായി തന്നെ നിങ്ങളോട് പൂരിപ്പിക്കാൻ ചോദിക്കും. അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തന്നതിനകത്ത് നോക്കിയാൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വെർട്ടിബ്രേറ്റ് 2 ഡിവിഷനാണ്, ഏനാത്തയും നാപ്തോസ്റ്റൊമേറ്റയും. അതിൽ ഏനാത്തയിൽ സൈക്ലോസ്റ്റൊമേറ്റ എന്ന് പറഞ്ഞ ഒറ്റ ക്ലാസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നാപ്തോസ്റ്റൊമേറ്റയിൽ 2 സൂപ്പർ ക്ലാസ്സുകളുണ്ട്. ഒന്ന് പിസസും മറ്റൊന്ന് ടെട്രാപോഡ. അതിൽ പിസസിൽ 2 ക്ലാസ്സുകളാണ്. ഏതൊക്കെയാണ്? കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും. ടെട്രാപോഡയിൽ 4 ക്ലാസ്സുകളാണ്, ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മമേലിയ. ഇത്രയാണ് നമ്മൾ വെർട്ടിബ്രേറ്റ് ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെന്ന് തോന്നുന്നു. ഞാൻ അതിനിടയ്ക്ക് എനിക്കൊരു ഡിസ്റ്റർബൻസ് വന്നു, 1-2 പേര് വന്നുകൊണ്ട് എനിക്ക് ഇടയ്ക്കൊന്ന് ഓടി വന്നു. സാരമില്ല, നിങ്ങൾ ഇത് നന്നായി പഠിക്കുക. ഞാൻ പറഞ്ഞ ഈ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാമെന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കണം.